മനു, ഒരു കാര്യം കൂടി നമുക്ക് അറിയാം. ഇറാനെതിരായ സൈനിക നീക്കത്ത് ഇനിയും നീണ്ടു നിൽക്കുമെന്ന് ഇന്ന് രാവിലെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. കാരണം വലിയൊരു ഭൂപ്രദേശമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവിടെ തങ്ങളുടെ സൈനിക നീക്കം ഇനിയും നടത്തേണ്ടതുണ്ട് എന്ന വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാൻ ആവട്ടെ, ഞങ്ങൾ നടത്തുന്നത് പ്രതിരോധം മാത്രമാണ്, തിരിച്ചടിക്കുന്നില്ല അതേ രീതിയിൽ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നയമല്ലെന്ന് അവർ വാദമുണ്ട്. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കണം ഈ നീക്കങ്ങൾ. പ്രത്യേകിച്ച് ഇറാനെതിരെ പുതിയ ചില വ്യോമ നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കാനാവുന്നത്, അല്ലേ? ഇതിൽ ഇനി ഇത് യുദ്ധം ഏത് തരത്തിലേക്ക് തിരിയും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. കഴിഞ്ഞ ദിവസം കെയർ സ്റ്റാമറും ബ്രിട്ടനിൽ നിന്ന് കെയർ സ്റ്റാമറും അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസുമൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് ഇറാൻ്റെ നടപടിയെ അവർ ശക്തമായി അപലപിക്കുകയും ഇത് റെക്ലെസ് സ്ട്രൈക്സ് എന്ന രീതിയിൽ പറയുകയുമൊക്കെ ചെയ്തു. സ്വാഭാവികമായും ഈ യുദ്ധത്തിൽ അവർ അമേരിക്കയ്ക്കൊപ്പം ഒരു കടുത്ത നിലപാടോടുകൂടി നിലയുറപ്പിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. ഏതായാലും ജർമ്മനി നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. അപ്പോൾ അത് അത്ര കണ്ട് ആശ്വാസം എന്ന് പറയാനേ ആകൂ. കാരണം ഇതിലേക്ക് മറ്റൊരു രാജ്യം കൂടി പങ്കാളിയാകുന്നു എന്നത് അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. ഏതായാലും ജർമ്മൻ ചാൻസലർ ഇത് കുറെ കൂടി സംയമനം പാലിച്ചുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് വ്യക്തമാകുന്നത് ഒരു യുദ്ധ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നത് തടയും എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പക്ഷേ മധ്യേഷ്യയിൽ ഭീകരമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നു. അത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. US ബേസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ ആളുകൾ US ബേസിന് സമീപത്ത് താമസിക്കുന്നവർ മാറി താമസിക്കേണ്ട നിർദ്ദേശമൊക്കെ ലഭിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ സൈറനുകൾ മുഴങ്ങുന്നു, നിർദ്ദേശങ്ങൾ വരുന്നു. ഇതെല്ലാം സാധാരണ ജനജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. യെസ്, അതാണ് സാഹചര്യം. ഇതിനിടയിൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഖത്തറടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടായ വ്യോമാക്രമണം, അവിടെ ഈ റിഫൈനറികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം, അതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഖത്തർ LNGയുടെ ഉൽപ്പാദനം നിർത്തിവെച്ചതിനെ തുടർന്ന് യൂറോപ്പിലെ ഗ്യാസ് വിലയിൽ വലിയ വർധനമുണ്ട്. ഏകദേശം 50% വില ഉയർന്നു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സ്വാഭാവികമാണ്, പ്രതീക്ഷിച്ചതാണ്. പ്രത്യേകിച്ചും റിഫൈനറികൾ തന്ത്രപ്രധാനമായ ഇടങ്ങളാണ്. റിഫൈനറികൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒന്നെങ്കിൽ അത് നശിക്കപ്പെട്ടു പോകും, അതല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം താൽക്കാലികമായെങ്കിൽ നിർത്തിവെക്കേണ്ടി വരും. സ്വാഭാവികമായും എണ്ണ ഉൽപ്പാദനത്തെ അത് ബാധിക്കും. അത് യൂറോപ്യൻ കൺട്രീസിനെ ഏറ്റവും അധികം ഈ ഏഷ്യൻ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ കൺസ്യൂമേഴ്സ് ആയിരിക്കുന്നത് യൂറോപ്പാണ്. സ്വാഭാവികമായും ആ രാജ്യങ്ങളിലൊക്കെ പ്രതിസന്ധിക്ക് ഇടവെക്കുമെന്നതാണ് സാഹചര്യം. ഇതിനകം തന്നെ 50% ഗ്യാസ് വില ഉയർന്നു എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തുവരുന്നത്. അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ സൈനിക നടപടികൾ നടത്താനുള്ള ട്രംപിനെ നിയന്ത്രിക്കാനുള്ള പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. ഡെമോക്രാറ്റുകളടക്കം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ നീക്കം തടയാൻ പെൻറ്റഗണിൻ്റെ ശ്രമമുണ്ട്. നാളെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിലുള്ള സംഘം US കോൺഗ്രസിൽ അക്രമത്തിൻ്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കും. ദേശീയ സുരക്ഷാ കൗൺസിലിലെ സ്റ്റാഫിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചതായും പെൻറ്റഗൺ വ്യക്തമാക്കി. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുന്ന കശ്മീർ താഴ്വരയിലെ പല ഭാഗങ്ങളിലും നിയന്ത്രണം തുടരുകയാണ്. ശ്രീനഗറിൽ അല്പസമയം മുമ്പ് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ കണ്ണീർ വാതകം പ്രയോഗിച്ചു. ചില വിഘടനവാദി സംഘടനകൾ ഇന്നും ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.